ഇന്ന് നമുക്ക് നല്ല നാടൻ കടുമാങ്ങയുടെ റെസിപ്പി നോക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 നുള്ളു ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്കൊരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 മാങ്ങ, ഒരു മീഡിയം സൈസിലുള്ള മാങ്ങ എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് കാശ്മീരി മുളകാണ് അതിന് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ആദ്യം 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാങ്ങ മുഴുവനായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ക്യൂബ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതാ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കടുമാങ്ങ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്